എന്നിട്ട് അതേ പ്രസംഗത്തിൽ മൂപ്പര് ഉലമാഇനെ അനന്തരക്കാരാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാർ, വാരിസീങ്ങൾ എന്ന് പറയുന്നത് മൗലിയമാരല്ല, അത് മശായിഖുമാരാണ് എന്ന് നമ്മൾ തെളിവൊക്കെ വായിച്ച് സ്ഥിരപ്പെടുത്തി. ഫതുഹുർ റബ്ബാനി, മഹാനായ ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി, അൽ ഔലിയാ ഹുമുൽ വാരിസൂൻ, ഔലിയാക്കന്മാർ മാത്രമാണ് അംബിയാക്കളുടെ അനന്തരക്കാർ എന്ന് പച്ചയായി പറഞ്ഞു. അങ്ങനെ എത്ര എത്ര കിതാബുകൾ നമ്മളതിന് വായിച്ചിട്ടുണ്ടല്ലോ. ഔലിയാ ഹുമുൽ വാരിസൂൻ, അവരാണ് വാരിസീങ്ങൾ. യഹ്ഫദൂനഹു, അവരാണ് ദീനിനെ കാക്കുന്നവർ. മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്നി, എല്ലാ പിശാചുക്കളിൽ നിന്നും. ഇങ്ങനെയുള്ള ഓരോ പിശാച് വരുമ്പോഴും അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മൂപ്പര് അതേ പ്രസംഗത്തിൽ വാരിസ് ഉണ്ടാക്കാൻ വേണ്ടി ഇബ്നു അറബി തങ്ങളുടെ കിതാബ് പച്ചയായി തെറ്റിച്ചു വായിക്കുന്നതും കൂടി ഇന്ന് കാണാം. ഒക്കെ മശായിഖിൻ്റെ മദതാണ് നഷ്ടപ്പെട്ടാൽ എത്ര വലിയ നേതാവായിട്ടും കാര്യമില്ല, വയസ്സ് കാലത്തിരുന്ന് പച്ച നുണ പറയാം, പച്ചയായ നുണ. ഫുതൂഹാത്തുൽ മക്കിയ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായിരിക്ക് മഹാനരായ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു, ഇബ്നു അറബി തങ്ങൾക്ക്. സത്യത്തിൽ ഇബ്നു അറബി തങ്ങളെ അവൽ ഉദ്ധരിക്കാനേ പാടില്ല. കാരണം എന്താ, ബല പറഞ്ഞ ശരീഅത്തിൽ ഇബ്നു അറബി തങ്ങളെ കിട്ടുമോ? ഇബ്നു അറബി തങ്ങള് സൂഫിയാക്കളുടെ നേതാവാണ്. അവരെ കിതാബ് വായിക്കാൻ തന്നെ അവർ ഇസ്തിലാഹ് അറിയണമെന്നാ, അല്ലാത്തവൻ തൊടാൻ പാടില്ല എന്നാ പറഞ്ഞത്. മൂപ്പര് പ്രസംഗിച്ചിട്ട് പറയാ, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, എൻ്റെ ഈ ഉമ്മത്തിലെ ഉലമാ, പണ്ഡിതന്മാർ, അവര് ബനു ഇസ്രായീലിലെ അമ്പിയാക്കളെ പോലെയാണ് എന്ന് റസൂല് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് മൂപ്പര് ചർച്ച തുടങ്ങുന്നത് എവിടെന്നാന്ന് വെച്ചാൽ, ഈ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അതിൽ കുറേ മൊയ്ലിയന്മാരുണ്ടല്ലോ, ഈ സ്ഥാപനത്തിലുള്ള മൊയ്ലിയന്മാർ ഉലമാ അതിനെ വർദ്ധിപ്പിക്കണം, കാരണം അവരാണ് ശരിക്ക് അനന്തരക്കാര് എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. എന്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വാലി മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ആല് എന്ന് പറഞ്ഞാൽ അത് മൊയ്ലിയന്മാരാണ് എന്ന് മഹാനരായ ഇബ്നു അറബി തങ്ങൾ ഫുതൂഹാത്തുൽ മക്കിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ സ്വലാത്തല്ലേ മൊയ്ലിയന്മാർക്കാ കിട്ടുക എന്നാ പറഞ്ഞു തരുന്നത്. അവിടെ ഉലമാ എന്നൊരു വാക്ക് കിട്ടിയപ്പോഴേക്ക് അതിൽ കടിച്ചു തൂങ്ങി. അതൊക്കെ പല സ്ഥാപനത്തിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്ന ഈ ബിരുദധാരികൾക്കാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്ന് ഇബ്നു അറബി തങ്ങളുടെ പേരിൽ വായിക്കുകയാണ്. പച്ചയായ മഹ്ലൻ കളവ്. അദ്ദേഹം ഒന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ഇബ്നു അറബി തങ്ങളെ കിതാബ് ഒന്ന് വായിക്കാം. ശരിയാണ്. അതിൽ ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഫുതൂഹാത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ ളുഅഫുണ്ട് എന്നൊക്കെ ചിലർ പറയാറുണ്ടെങ്കിലും അതിൻ്റെ തത്വം വളരെ ശരിയാണ്. എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഉലമാ ബനു ഇസ്രായേലിൻ്റെ അമ്പിയാക്കളെ പോലെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഹദീസ് അനുസരിച്ച് ഖാതിമുൽ അംബിയ ആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നെ നബിമാർ വരാൻ പാടില്ലല്ലോ. നബിമാർ വരും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തായി പോകും. അപ്പോൾ റസൂലുള്ളാഹിന്റെ വജൂദിന് ശേഷം മറ്റ് ഒരു നബിയും ഇവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ ആ നബിമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഉലമാഇനെ ഇവിടെ വർദ്ധിപ്പിക്കണം അല്ലാഹ് എന്നാണ് ഈ സ്വലാത്ത് ഇബ്രാഹിമിയയിൽ കമാ സ്വല്ലൈത എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷയെന്ന് ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു
തൻ്റെ ഫുത്തുഹാത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളിൽ ഉലമാ ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകണം. അതിന് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളർത്തണം, കുട്ടികൾക്ക് ചെലവ് കൊടുക്കണം. ഇതൊക്കെ പറയാനാണിത് പറഞ്ഞു വരുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വയസ്സ് കാലത്ത് എന്തിനാണ് വെറുതെ അല്ല. അന്ന് ശൈഖുന ശക്തമായിട്ട് സംസാരിച്ച് ആവശ്യമില്ലാത്തേ പറയൂ. ഒന്നുമില്ലേ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞ ആലുൻ നബിയിൽ മൊയ്ലിയമാർ ഉലമാ ആണ് വരിക എന്ന് മുഹയ്യദ്ദീൻ ഇബ്നുൽ അറബി തങ്ങൾ ഫുതൂഹാത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഫുതൂഹാത്ത് എന്നല്ല ഇബ്നു അറബി തങ്ങൾ ഒരൊറ്റ കിതാബിലോ പറഞ്ഞില്ല. പച്ചയായ കള്ളാണ്. ആയിരക്കണക്കിന് മൊയ്ലിയമാരുണ്ട് എന്നല്ല ഞങ്ങൾ പറയുന്നത്, ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. എന്നാ ഉസ്താദ് പറഞ്ഞ ആ വാക്ക് നിങ്ങളെ ഭാഷയിൽ പറയാം. ഫുതൂഹാത്തുൽ മക്കിയയിൽ നിന്ന് ഒന്ന് തെളിയിച്ചു തരാൻ പറ്റിയ ഏതെങ്കിലും ഒരു ശിഷ്യൻ ഹയാത്തിലുണ്ടോ? നിങ്ങൾ 30,000 ഉണ്ടായിട്ട് 3 ലക്ഷം ഉണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങൾ 3 എണ്ണത്തിൻ്റെ അവിടേക്ക് എത്തണില്ല. അതുകൊണ്ടല്ലേ അടുപ്പും കല്ല് അറിഞ്ഞ നിങ്ങൾ വേവിച്ച് ഒക്കത്തിന് ശരിയാക്കല്ലേ. വലിയ ആള് പോലെ ഇന്ന് രക്ഷപ്പെടുന്നില്ല. ആരാ ആലുൻ നബി? വായിക്ക് ഫുതൂഹാത്ത് എടുക്ക്. ശൈഖുനയെ, നമ്മുടെ വന്ദിരായ ശൈഖുനെ ഞാൻ കണ്ട ആ കാലത്ത് ശൈഖുന അന്ന് നമ്മളോട് പറഞ്ഞതാണ് ഫുതൂഹാത്തുൽ മക്കിയ മുത്വാലഅ ചെയ്യണം. അന്ന് നമ്മളെ പ്രധാനമായിട്ട് ഏൽപ്പിച്ച കിതാബായിരുന്നു ഫുതൂഹാത്തുൽ മക്കിയ. ഒരുപാട് വാള്യങ്ങളുള്ള കിതാബാണ്. അതുപോലെ ബഹ്റുൽ മദീദ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങളുടെ അതൊക്കെ നന്നായി മുത്വാലഅ ചെയ്യണം എന്ന് അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന പോയിൻ്റൊക്കെ ഇതിൻ്റെ ആദ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കാണാൻ ആലിം എന്ന് പറയുന്ന പ്രത്യേക ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കാണാൻ പറ്റും. എന്താണ് ആലു മുഹമ്മദിന്റെ മാന കേട്ടോ, ഞാൻ വായിച്ചു തരാം. വഅലം അന്ന ആല റജുലി ഫീ ലുഗത്തിൽ അറബി ഹും ഖാസ്സതുഹുൽ അഖറബൂന ഇലൈ. ഭാഷയിൽ ആല് എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ആലാണോ അവരുടെ പ്രത്യേകക്കാർ, അടുത്ത ആളുകൾ എന്നൊക്കെയാണ്. വഖാസ്സത്തുൽ അംബിയാഇ വആലുഹും ഹുമുസ് സ്വാലിഹൂൻ അൽ ഉലമാഉ ബില്ലാഹ് അൽ മുഅ്മിനൂൻ. അതാണ് ഇബ്നു അറബി തങ്ങൾ പറയുന്നത്. അതായത് അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകക്കാരെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലി എന്ന് പറയുന്നത് ആരാ? റസൂലുള്ളാഹിന്റെ പ്രത്യേകക്കാർ അതാരാ? അൽ ഉലമാഉ ബില്ലാഹ്, അല്ലാഹുവിനെ അറിഞ്ഞവർ. അവരാരാ? സഖാഫികളാ? സാദികളാ? എവിടുന്നാ മൊയിലാരെയാ നീച്ചു വരണ്ടേ? ആ പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാ. അതാണ് അൽ ആലിമു ബില്ലാ എന്ന് പറഞ്ഞാൽ. അതിന് ഫുതൂഹാത്ത് ഇങ്ങനെ നോക്കിയാൽ ആരാ അൽ ആലിമു ബില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയില്ല, ആരോ വായിച്ചു കൊടുത്തതാവും, അല്ലെങ്കിൽ പണ്ട് ഉഷാറായി നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഇ കെ ഉസ്താദിന്റെ കുരുത്തക്കേട് കിട്ടിയത് ഓർമ്മ ഉണ്ടാവോ? അൽ ഉലമാഉ ബില്ലാ എന്ന് അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആലി എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരാണ്. അതിലാർക്കാ തർക്കത? അൽ ഉലമാഉ ബില്ലാ. ഞാനിങ്ങനെ ഫുതുഹാത്തിന്റെ ഒരു 5-6 ഇബാറത്തുകൾ അൽ ഉലമാഉ ബില്ലാ എന്ന് അറിയാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? അൽ ഉലമാഉ ബില്ലാ എന്നുള്ളോർത്ത് മൂപ്പർ തന്നെ അടുത്ത പേജിൽ പറയുന്നുണ്ട്, അത് മിൻ അഹ്ലിൽ കശ്ഫി വൽ ഹഖായിഖി. ഉലമാഉ ബില്ലാ എന്ന് പറഞ്ഞാൽ സഞ്ചാനും അതേപോലെ തന്നെ അജ്നാസും മാന്തി ഓതുണോല് എന്നല്ല. പിന്നെ മിൻ അഹ്ലിൽ കശ്ഫി, കശ്ഫുള്ള ആളുകൾ, ഇൽമുൽ മുകാശഫ നൽകപ്പെട്ടവർ. അത് മർക്കസ് കൊടുക്കുന്നുണ്ടോ ഇൽമുൽ മുകാശഫ? അതുപോലെ ഹഖായിഖുള്ളവർ, അവരാൽ ഉലമാഉ ബില്ലാ, അവരാണ് ആലു മുഹമ്മദ്, അവരാണ് വാരിസീങ്ങൾ. മനസ്സിലായോ? എത്ര സ്ഥലത്ത് പറഞ്ഞിട്ട് വസ്സആദത്തു കുല്ലു സആദ മഅ ത്വായിഫ അല്ലതി ജമഅത് ബൈന അല്ലാഹി വൽ ബാത്തിൻ വഹുമുൽ ഉലമാഉ ബില്ലാ. ലാഹിറും ബാത്തിനും ഒത്തിണങ്ങിയ ഉന്നതരായ ഔലിയാക്കന്മാർ, അവരാണ് അൽ ഉലമാഉ ബില്ലാ. ഒന്നുകൂടി അപ്പുറത്തെ പേജ്. അന്നൽ ഉലമാഅ ബില്ലാ ലാ യഖുദൂന മിനൽ ഉലൂം ഇല്ലൽ ഇൽമൽ മവ്ഹൂബ് വഹുവൽ ഇൽമുൽ ലദുന്നി. ലദുന്നിയായ ഇൽമു കിട്ടിയവനാണോ അൽ ആലിമു ബില്ലാ? ലദുന്നിയായ ഇൽമു മർക്കസിൽ കൊടുക്കുന്നുണ്ടോ നിങ്ങള്? അല്ലദീ ഹുവ ഇൽമുൽ ഖിദ്ർ. ഇബ്നു അറബി തങ്ങൾ പറയാ ഖിദ്ർ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഇൽമ് മൂപ്പരങ്ങ് കാണാൻ തന്നെ കിട്ടു.
നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഖിദർ നബിൻ്റെ ഒരു ഓഫീസിന് യൂണിവേഴ്സിറ്റി വേണ്ടി വരും. നിങ്ങളല്ലേ വലിയ വാരിധീങ്ങൾ. 4 ചോദ്യമാണ് ചോദിച്ചപ്പോൾ നിങ്ങളെ വിറാസത്ത് പമ്പ കടന്നില്ല. എന്താ നമ്മൾ ചോദിച്ച്? നിങ്ങൾ വാരിസാണെങ്കിൽ ഏത് നബിയുടെ വാരിസ് എന്ന് പറയണം. APA അബൂബക്കർ മുസ്ലിയാർ ഏത് നബിൻ്റെ വാരിസ പറയാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഏത് നബിയുടെ വാരിസ് പറയാൻ കഴിഞ്ഞോ? ഔലിയാക്കൾ പറയും എല്ലാ വലികളും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സീബാവ കൽവാശി എന്നോവർ. ഞാൻ എൻ്റെ ഹബീബായ മുത്തു റസൂലിൻ്റെ കദമിലാണ്. നിങ്ങൾ വാരിസീങ്ങളാണ് ഈ പറയ് ഏത് കദമിലാ? 2, വാരിസീങ്ങൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരുകളുണ്ട്. സുൽത്താനുൽ അംബിയ ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. ഇനി അവരെ പിൻപറ്റിയ ഉലമ ഉണ്ട്. സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം, ശംസുൽ ഉലമ EK ഉസ്താദ്. ആക്കെ എല്ലാവരും അംഗീകരിക്കും. എല്ലാവരും. ഏതെങ്കിലും ഒരു നബി റസൂലുള്ളാഹിനെ സുൽത്താനുൽ അംബിയ അല്ല എന്ന് പറയുമോ? പറയൂല, പറയാൻ കഴിയൂല. അത് എന്നാ ഓലെ വാരിസാണെങ്കിൽ സുൽത്താനുൽ ഉലമ എന്നൊന്ന് പേരിട്ടാൽ ലോകരൊക്കെ അത് അംഗീകരിക്കണ്ടേ? ലോകര് പോയിട്ട് നിങ്ങളെ ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? അത് വിറാസത്തോ ഇതിനെ ബന്ധമല്ല. അപ്പൊ ഈ 2 ചോദ്യം നമ്മൾ ചോദിച്ചു. അതിൻ്റെ പുറമെ നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങൾ ഇതൊക്കെ ഏത് നബിയുടെ വിറാസത്താണ് ചോദിച്ചില്ല നമ്മൾ. മതപരമായി ഇവരെ തൗഹീദ് തന്നെ ചിഹ്നിച്ചത് ഞാൻ കാണിച്ചു തന്നു. ഇനി സാമൂഹികപരമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണ്ടായുസങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ? ഓഡിറ്റോറിയം മുടക്കലൊക്കെ വാരിസിൻ്റെ പണിയാ. കോളിക്കൽ നമ്മൾ പരിപാടി വെച്ച് പൂനൂരടുത്ത്. ആദ്യം നമ്മളെ പരിപാടി ഓപ്പണായിട്ടാണ് വെച്ച്. അതുപോലെ എന്ത് ചെയ്ത് മുടക്കാൻ ശ്രമിച്ചു. അങ്ങനെ പോലീസിനെ ഒരു ചർച്ച എടുത്താൽ ഉള്ളിൽ നടത്തിയത്. ഉള്ളിൽ നടത്താൻ വേണ്ടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തപ്പോൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ആളെ വിളിച്ചു മുടക്കുക ആര്? വാരിസേ. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഫോട്ടോ എടുത്ത്, അന്യ പെണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ വിടുക. വാരിസ് എടുത്ത വാരിസാണോ അത്? ഈ ഗുണ്ടായിസം, സാമൂഹ്യമായുള്ള അധപ്പതനം, ഇതൊക്കെ വിറാസത്തുണ്ടോ? ഏതെങ്കിലും നബിനുണ്ടോ? ഖലീഫനുണ്ടോ? ഏതെങ്കിലും ഇമാമിനുണ്ടോ? 89ന്റെ മുമ്പ് ഏതെങ്കിലും ഒരാളെ വിറാസത്ത് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാൻ പറ്റുമോ? എന്ത് വിറാസത്ത് നിങ്ങൾ ഈ പറയണം? ഒരിക്കലും കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്ത് വിറാസത്ത്? പോകട്ടെ, ഞാൻ ലാസ്റ്റ് ചോദിക്കട്ടെ. ഇവിടെ യഥാർത്ഥ വാരിധീങ്ങളുടെ കൂടെ നടന്ന് വിറാസത്ത് കിട്ടിയ ആളാണ് ശംസുൽ ഉലമ EK ഉസ്താദ്, അല്ലേ? ആ ഉസ്താദ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ എന്താ? 4ാമത് നമ്മൾ ചോദിച്ചത് അത്. വിറാസത്തുണ്ടാകണ ഈ കണ്ണിയാണ്ട് പോണ്ടേ? കണ്ണി വേണ്ടേ? നിങ്ങളെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ആ കണ്ണിയിൽ നിങ്ങളെ ഗുരുവായി വരുന്ന ആളല്ലേ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു സുന്നിയല്ല, മുറിഞ്ഞിലെ വിറാസത്ത്. നിങ്ങൾക്ക് എങ്ങനെ ഇവിടുന്ന് വിറാസത്തിട്ട? ഞങ്ങൾ ശംസുൽ ഉലമനെ പിടിച്ചോണ്ട് നല്ല സുഖ, നേരെ അടിയിൽ നിന്നാണ് പോയാൽ മതി, പിന്നെ അതിനപ്പുള്ള നോക്കണ്ടല്ലോ. ഞങ്ങളെ വിറാസത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിറാസത്തുമില്ല. പരസ്യമായി പറയുന്നവരാ ഞങ്ങൾ അങ്ങനെ അമ്പിയാക്കളെ വാരിസീങ്ങളല്ല. അമ്പിയാക്കളെ വാരിസീങ്ങളായി വന്ന അസ്ഹാബുൽ വക്തുകളായ മശായിഖുണ്ട് ഇവിടെ. ആ മശായിഖിന്റെ അടിമയാകാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇതങ്ങോട്ട് ചോദിച്ചപ്പോ എന്നിട്ട് ഉലമാവുമില്ല. അതൊക്കെ വ്യക്തമായിട്ട് ഇബ്നു അറബി തങ്ങൾ തന്നെ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടറിയോ? അഹ്ലുല്ലാഹ് ഹും അഹ്ലുദ് ദിക്ർ വഹും അൽ ഉലമാഉ ബില്ലാഹ്. അഹ്ലുദ് ദിക്ർ അഹ്ലുല്ലാഹ് അവരാണ്. 4 ഖിസ്മാക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അൽ ഉലമാഉ ബില്ലാഹ്. 4 നിങ്ങളില്ല. കാരണം എന്താ? 4 അല്ലാഹയിൽ നിന്ന് ഇൽമുട്ടണം. ലാ ഖാമിസ ലഹാ അൽ ഉലമാഉ ബില്ലാഹ് എന്നില്ല, 5ാമത്തെ ഇല്ലാന്നും ഇബ്നു അറബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇബ്നു അറബി തങ്ങളുടെ ഫുതൂഹാത്തുൽ മക്കിയ എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ പേരിൽ വലിയ കളവാണ് സാക്ഷാൽ കാന്തപുര പോക്ക് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. എന്താ കാരണം? EK ഉസ്താദിന്റെ ഗുരുത്തക്കേടി. വലിയ ഉസ്താദിനെ ആദരിക്കണ്ടേ? ആ ആദരിക്കണ കാലത്ത് അവിടെയും ഇവിടെയും പോയിരുന്നത് നടക്കൂല.